ഹായ് ഡിയേഴ്സ്, ഞാനാണെങ്കിൽ നല്ല ഫ്രഷ് പുഴുക്കലരിയൊക്കെ കഴുകി പൊടിച്ചെടുത്തതാണ് ഗായ്സ്. തേങ്ങ ഇട്ടിട്ടേ, വെള്ളം ഒന്നും നനച്ചില്ല, തേങ്ങ മാത്രം. ഇത് ഫുള്ള് തേങ്ങയൊക്കെ ഇട്ടിട്ട് ഞാനിതെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നതാണ്. അപ്പം ഇന്ന് നമ്മൾ മഞ്ഞ കളറിലെ പുട്ടി ഉണ്ടാക്കുന്നുള്ളു. അപ്പം മഞ്ഞപ്പൊടി ഇട്ട് പെരിഞ്ചീരകവും കൊച്ചു ജീരകവും കൂടെ പൊടിച്ചതിട്ട് ഇച്ചിരി ഉപ്പ് അങ്ങോട്ട് ഒഴിച്ച്. ഇത് ഓൾറെഡി തേങ്ങയുണ്ട്. ഉപ്പും പച്ചവെള്ളം ഒന്നും ഒഴിക്കരുത് ഗൈസ്. മാവ് പൊടിച്ചിട്ട് ജസ്റ്റ് തേങ്ങ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തേങ്ങ ഇട്ട് അങ്ങ് വെച്ചിരുന്നാൽ മതി. ആവശ്യത്തിന് എടുക്കുക. പുട്ടിൻ്റെ സമയമാകുമ്പം കുറച്ച് ടൈം എടുത്ത് കുഴച്ച് നനച്ചൊക്കെ വെക്കുക. അതേ ഉള്ളു ഗൈസ് ചെയ്യേണ്ടത്. പിന്നെ ഇത് പുഴുക്കലരിയുടെ മാവായതുകൊണ്ട് വെള്ളം ഇപ്പം ഒഴിക്കുന്ന കൺസിസ്റ്റൻസി തെറ്റത്തൊന്നുമില്ല. അത് കുടുംബ് കയറിക്കൊണ്ടേയിരിക്കും കേട്ടോ ഗൈസ്. അപ്പം ഞാൻ കുറച്ച് അങ്ങനെ കുഴച്ച് അങ്ങ് സെറ്റാക്കി എടുക്കും ഗൈസ്. കുറച്ച് കുഴച്ചാലേ ഇത് നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ ഗൈസ്. മാവ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ വെള്ളം ഇച്ചിരി കൂടിപ്പോയാൽ നമുക്ക് പെട്ടെന്ന് അതിനെ അങ്ങ് കറക്റ്റ് കൺസിസ്റ്റൻസിയിലാക്കാൻ പറ്റും. ഇച്ചിരി ഉപ്പ് കൂടിപ്പോയാലോ ഒക്കെ അങ്ങ് ഓക്കെ ആക്കാം. നല്ല മണമാണ്. നമ്മൾ എൻ്റെ വടിയേരിയാണ് ഗൈസ്, വടിയേരി. ഇപ്പം പെരിഞ്ചീരകത്തിൻ്റെയും ശുദ്ധമായ മഞ്ഞളിൻ്റെയും ഒക്കെ നല്ല മണമാണ് ഗൈസ്. സെറ്റാക്കി തേങ്ങായും നല്ല നനവായി നല്ലതുപോലെ ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടെ ചേർത്തെങ്കിലും എന്താണെന്നറിയാമോ, പുഴുക്കലരിയില്ലേ, ഒരു കുഴപ്പവും ഇല്ല ഗായ്സ്. ഞാനിവിടെ ഇഡ്ഡലിത്തട്ടമൊക്കെ എടുത്തിട്ട് അതിലൊരു അരിവാറ്റയൊക്കെ വെച്ച് മഞ്ഞപ്പൊടി പെരിഞ്ചീരകവും ചുക്കൂടി ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ലതാണ് ഗൈസ്. ഏലക്ക ഇഷ്ടം, അത് നല്ലതാണ്. ഒരു വാഴയിലേക്ക് വെട്ടി ഇതിനകത്ത് വെച്ചേക്കുക. വാഴയില. എന്നിട്ട് പുട്ടുകുറ്റിയിലല്ല പുട്ടുണ്ടാക്കാൻ പോകുന്നത്, ഇതിനകത്തോട്ടങ്ങ് തട്ടും. അപ്പോൾ പുട്ടിൻ്റെ ഷേപ്പ് ആവത്തില്ലെന്നേ ഉള്ളൂ. പുട്ടിൻ്റെ ഷേപ്പ് കാണത്തില്ല, പക്ഷേ നല്ല വാഴയിലയുടെ ഒരു മണവും ഇങ്ങനെ തന്നെ ഇരിക്കും ഗൈസ്. ഈ മാവെന്ന് പറയുന്നത് നമ്മൾ പച്ചരി ഈ അരി കുതിർത്ത് പൊടിച്ചതിന് ശേഷം നമ്മൾ പിന്നീട് അതിനെ വറുക്കത്തൊന്നുമില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കും. അടുത്ത മാവ് ഞാൻ കുഴിക്കും. ഇതവിടെ അടച്ച് വെക്കാൻ പോകും ഗൈസ്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല ആവിയൊക്കെ കയറിയിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഗൈസ്. ഇത് ഓൾമോസ്റ്റ് നന്നായി ഓൾമോസ്റ്റ് അല്ല, ഓൾറെഡി വെന്തിട്ടുണ്ട്. വേണ്ട ആവി പോകുന്നുണ്ട ഗൈസ്. നല്ല വാഴയിലയുടെയൊക്കെ മണവും ജീരകത്തിൻ്റെ മണവും ഒക്കെ ആയിട്ട് ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ആവിയൊക്കെ കയറി അങ്ങ് വെന്തിട്ടുണ്ട്. ഇതാകുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ള പുട്ടാവുമ്പോഴേ പുട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കിയാൽ മതി. എൻ്റെ വടി പോലെ ഇരിക്കത്തില്ലെന്നേ ഉള്ളൂ ഗൈസ്. അടുത്ത പുട്ടിന് മാവ് ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അടുത്ത സെറ്റ് പുട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ചുമന്ന പുട്ട്. ഇത് ഹെൽത്തി പുട്ടാണ്. നമ്മളെ മിക്സിയിലോട്ട് ഒരു ബീട്രൂട്ടിനെ അങ്ങോട്ട് അടിച്ച് ചമ്മന്തിയാക്കി പതുക്കി മുറുക്കി അങ്ങോട്ട് പിഴിഞ്ഞങ്ങോട്ട് എടുക്കുക.
മുറുക്കി പിഴിഞ്ഞെടുത്തിട്ട് എന്നാ ചെയ്യണം, പുട്ടിന് കുഴയ്ക്കുക.